സോ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗേസ്. അപ്പോൾ ഗേസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വന്നേക്കാണ്, വേൾഡിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ബ്രോ കഴിഞ്ഞ വീഡിയോ കമൻറ്റ് ചെയ്തായിരുന്നു, ഡയമണ്ട് കണ്ടുപിടിച്ച് നെതറിപ്പോവാൻ 7ാമത്തെ എപ്പിസോഡായില്ലേ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ആ ബ്രോ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡയമണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, ഉൾപ്പെടെ നമ്മുടെ സോംബി സ്പോണറിൽ ടോർച്ചും വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റിസ്ക് എടുത്തേ പറ്റുള്ളൂ ഗേസ്. ഓക്കെ, അപ്പോൾ വീഡിയോ കിടക്കുമ്പോൾ കൂടെ ലൈക്ക് സബ്സ്ക്രൈബ് ആണ് ഗേസ്. ഇന്നത്തെ വീഡിയോ ഒരു ടാർഗറ്റ് 200 സബ്സ്ക്രൈബേഴ്സാണ് ഗേസ്. ഓക്കെ, അപ്പോൾ ഈ മാസത്തോടെ നിങ്ങൾ 3 സബ്സ്ക്രൈബർ അടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കിടക്കാം. ഓക്കെ ഗേസ്, അപ്പോൾ നമുക്ക് ഫുഡില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് ഫുഡ് എടുക്കാം. മിക്കതും വലുതായിട്ടുണ്ട് കേട്ടോ, അതെല്ലാം വലുതായിട്ടുണ്ട്. ഓക്കെ അല്ലേ, എന്നാൽ നമുക്ക് നമ്മുടെ വീച്ചും സെറ്റ് ആവാനുണ്ട്. ഇപ്പം ഫുഡിന് അത്ര പ്രശ്നമില്ല കേട്ടോ. ഇനി ഇവിടെ അങ്ങ് വെച്ചു കൊടുക്കണം കൈസ്, അതുകൊണ്ട് കാണാം. ഓക്കെ, നമ്മൾ ക്യാരറ്റ് 31 അവസാനം കിട്ടിയോളൂ. ഓക്കെ, കുഴപ്പമില്ല, അത് മതി. ആൻഡ് നമ്മുടെ ഒരു തൽക്കാലം ഇത്ര ഉണ്ട്. തട്ടിപ്പോയാലും റെഡ് സ്റ്റോണൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, വേറെ നമുക്ക് വേണ്ടതാണ്. ആൻഡ് നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇതും പൊട്ടിച്ചെടുക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ ഓൺ ദ വാർ ഗൈസ്. ഓക്കെ, അപ്പോൾ ഫുഡ് സെറ്റാക്കിയിട്ടും പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബെഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ബെഡൊക്കെ നമ്മുടെ കയ്യിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. മിക്കവാറും നമ്മൾ ഇന്ന് തട്ടിപ്പോ സാധ്യത കൂടുതലാണ്. നമുക്ക് ഓടിപ്പോയിട്ട് സോംബി സ്പോളറിൽ വെച്ചിട്ട് മനസ്സിലായി, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ പണി പാളും. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോകണ്ട, നമുക്ക് തിരിച്ച് നമ്മുടെ വേണ്ട ഇതേതാ വരി. ഗൈസ്, ഫുള്ളും പണിയായി. ഫുള്ളും പണി കണ്ട, തുടക്കം തന്നെ ഇങ്ങനെ. ഇത് ഇവിടെ നിന്ന് വന്നെ. ഓക്കെ, നമ്മളെ സ്ഥലം ഇവിടെ കണ്ടിട്ടില്ല ഗൈസ്. ഓക്കെ, ഇത് ഏതാ സ്ഥലം? ദേ ഒരുത്തൻ. വാടാ. ഓക്കെ, ഗൈസ്, നമുക്ക് ഇന്നത്തെ എന്തായാലും ഡയമണ്ട് പിടിക്കാനുണ്ട്. ഇതെവിടെയോ ആണല്ലോ.
നമ്മളിവിടെ വന്നിട്ടുള്ളത് ആളുകൾ ടോർച്ചൊക്കെ ഇരിക്കണ്. എനിക്കൊന്നും അറിയണ്ട, എനിക്ക് തിരിച്ച് പോണ വരി പറഞ്ഞാൽ മതി. ആ ഇത് മറ്റേ സ്ഥലം നമ്മ ഓർമ്മ കിട്ടി. ഇതിനടിയിലേക്ക് പോയിക്കനാ. പോവാ, വീണ്ടും നമ്മ പോണേണ് കേട്ടോ ഇതിൻ്റെ അടിയിലൂടെ. ഓക്കെ, തിരിച്ചെത്തിയ ഇവിടെ കൊണ്ട് ജഗേഷ് അന്ന് ഓക്കെ. ഇവിടെ ഉള്ള ഡയമണ്ട് എല്ലാം കിട്ടുമോ? അന്ന് വർഷം വന്നപ്പോൾ ഡയമണ്ട് ഉണ്ടായി ഗൈസ്. ഓക്കെ, നമുക്കൊരു ഞാൻ കാര്യം ചെയ്യാൻ പോകണാണ് ഗൈസ്. ഓക്കെ, സെയിം സ്ഥലം കാണാനുള്ള. ഓക്കെ ഗൈസ്, അങ്ങോട്ട് പോകണ്ട. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് അറിയാൻ പാടത്തൊരു വരിയാണ്. ഓക്കെ, ഇതൊക്കെ ഓക്കെ ഗൈസ്, നമുക്ക് അന്ന് നമ്മൾ തട്ടിപ്പോയില്ലെങ്കിൽ നമുക്കിപ്പോൾ 5 ഡയമണ്ട് കിട്ടിയാനേ. ഇപ്പം ഇത്ര അടിച്ചോണ്ട് മതി ഗൈസ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ കേവ് ഫുള്ളും എക്സ്പ്ലോർ ചെയ്താലോ ഗൈസ്. ഡയമണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. ഒരു 3 എണ്ണെങ്കിലും കിട്ടിക്കാനില്ല. ഇവിടെ ഒന്നുമില്ല. വാട്ട് ഗ്ലിച്ച്. നമുക്ക് വന്നിട്ട് പോകണ്ട ഗൈസ്. ഞാൻ കഴിയട്ടെ, നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടും ഡയമണ്ട്സ്. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. എനിക്ക് പറ്റില്ല, പേടിയോ ശരിക്കും പറയാലോ ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. ഇതിൽ ആപ്പീസ് നല്ല പേടിയുണ്ട് എനിക്ക്, ഭയങ്കര നല്ല പേടിയുണ്ട്. ഞാൻ സത്യം തന്നെ പറയണം, എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. ഭയങ്കര വലിയ ഫോറസ്റ്റാണിത്. ഫോറസ്റ്റിലല്ല, കേവാണിത്. ഡയമണ്ടെല്ലാം കിട്ടണമെങ്കിൽ അപ്പം പറയാം ഗൈസ്. മിക്കവാറും നമ്മൾ കാര്യം ചെയ്യും ഗൈസ്. എന്താന്നല്ലേ നമ്മൾ കാര്യം ചെയ്യാൻ പോണേ. ഈ വരി കൂടെ അങ്ങ് പോണേണ് ഗൈസ്. എനിക്ക് പോണോ? ഞാൻ പോണ്. വാടേണ്ട ഒച്ച വെക്കണ ഗൈസ്. വരി അറിയാൻ പാടില്ല എനിക്ക്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. വരി അറിയാൻ പാടില്ല എനിക്ക്. ഓക്കെ, നമ്മ കേബിൾ ട്രാപ്പ് ഇന്ന് നമ്മുടെ ഡയമണ്ടൊക്കെ നമ്മുടെ ജീവൻ തിരിച്ചിട്ടോ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഡയമണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമാണല്ലോ. ഞാൻ പെട്ടെടുക്കണ അത് തന്നെ. എനിക്ക് അതൊന്നല്ല, തിരിച്ചൊരു വെള്ളമുണ്ട് ഗീസ്. അവരീ കൂടെ എങ്ങനെയൊക്കെ പോയിട്ട് ഫുള്ളും
ഓക്കെ, ഇതിനിടയിൽ വാർഡനുണ്ടായത്. തിരിച്ച് സ്ഥലം കിട്ടി. ഗൈസ്, വാർഡൻ്റെ സ്ഥലമാണിത്. ഫുള്ള് വാർഡൻ. കട്ട് സ്റ്റാർട്ട്. ഓക്കെ, ഇതൊക്കെ ഞാനില്ല, എന്നെ വിട്ടേക്കൂ. എന്തിനാന്നറിയോ ഗൈസ്, നമ്മ പെട്ട് ശരിക്കും പറഞ്ഞ ശരിയാ. ആലോചിക്കണായിരുന്നു ഇങ്ങനെയൊക്കെ പോകുമ്പോ ഗൈസ്. ഗൈസ്, നമ്മ തിരിച്ചെത്തിയാ? ഇതേതാ വരി? ഞാൻ ഒന്നും മിണ്ടല്ല ഗൈസ്. വേഗം ഒരു കാര്യം ചെയ്യാം. ഇങ്ങോട്ട് വന്നേ മകനെ. സോംബി സ്പോണർ ഇവിടെ എവിടെയെങ്ങാനും ഉണ്ട് ഗൈസ്. ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ഫൈനലി പൊട്ടനാക്കി ഗൈസ്. മോഡേണാണ്. ഓടിനടി വിച്ച് എഗെയിൻ നമ്മൾ തിരിച്ചു വരേണ്ടി വന്ന്. ആ വിച്ചിനെ തലക്കിട്ട് വീണല്ല നിലയ്ക്കുമ്പോളാ. ഞാനിവിടെ തന്നെ അതന്നെ. ഗൈസ്, ഞാനൊന്നും മിണ്ടറുണ്ടാവില്ല. ഇന്ന് ഡയമണ്ട് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒട്ടും. ഗൈസ്, ഇതിപ്പോൾ നമ്മൾ എന്നോട്ട് പോകാനാ? ഓക്കെ, അവിടെ സ്ഥലം കിട്ടുന്നുണ്ട് എനിക്ക്. അത് അവിടെയാണ്. അങ്ങോട്ട് പോയാലോ ഗൈസ്? എൻ്റെ മോനെ, ഡയമണ്ട്സ് ബാ. ഡയമണ്ട്സ് ഒന്ന് ഡയമണ്ട് എടുത്തോട്ടെ മസ്റ്റാനെ.
ഗൈസ് ഡയമണ്ട് കുറച്ച് നാളത്തെ കാത്തിരിപ്പോടെ നമുക്ക് ഡയമണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് എത്ര വേണ്ട അത്ര കിട്ടി ഗൈസ്. ഇവിടെ എങ്ങാണ്ട് ഇനി ഉണ്ടാന്ന് നോക്കണം ഗൈസ്. ഇത് കിടക്കാത്ത സ്ഥലം കേട്ടോ ഗൈസ്. ഇത് ഏത് സ്ഥലമൊന്നും എനിക്കറിയാൻ പാടില്ല. ഇത് കറക്റ്റ് സ്ഥലമാണ്. ഓക്കെ, ഞാൻ കാര്യം ചെയ്യാൻ പോണേ. അപ്പം നമുക്ക് 3 ഡയമണ്ട് ഇട്ടിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് കാണിച്ചാൽ ഇവിടെ നിന്ന് അങ്ങ് മുകളിലേക്ക് പോണേ. ഞാൻ അങ്ങനെ പോണേ. എത്ര എടുക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് പോകാൻ പറ്റൂല, വരി അറിയാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ ഗൈസ് നിങ്ങൾക്ക്? ഓക്കെ ഗൈസ്, നമ്മതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓ, ഇപ്പം നമ്മൾ തട്ടിപ്പോവും ഗൈസ്. ഇതേതാ സ്ഥലം? ഇതേ സ്ഥലം ഗൈസ്. ഓക്കെ, എവിടെ ആണെങ്കിലും കുഴപ്പമില്ലാന്ന് വിചാരിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അമ്മ ഇത് ഇത് നമ്മുടെ വില്ലേജ് എത്തി. വില്ലേജിൻ്റെ ബാക്കിലെത്തി ഗൈസ്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച പൂളാണത്. എടാ പ്രാന്ത് സാധനം ഇവിടെ എത്തി ഗൈസ്. പക്ഷേ അതേ വില്ലേജ്. ഓക്കെ, രാത്രിയായ ഇല്ല. ആൻഡ് ഉറങ്ങാൻ ടൈമായിട്ടുണ്ട്. എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം തന്നെയായിരുന്നു ഗൈസ്. ഫുള്ള് പ്രശ്നം. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് അതുൾപ്പെടെ എന്താന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്, നമ്മുടെ കയ്യിൽ ഇപ്പം 3 ഡയമണ്ട് ഉള്ളൂ. ഓക്കെ, ഒരു പിക്കാറ്റ്സ് അത് നമുക്ക് എന്തായാലും വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡയമണ്ട് ഒരു പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ, 3 ഡയമണ്ടും ഉണ്ട്, 3 പിക്കാറ്റ്സ് ഉണ്ട്. ഇനിയുള്ള നമ്മുടെ കേവ് ഇതൊക്കെ ഗൈസ് ഇതായിരിക്കും. ഇനിയുള്ള നമ്മളെ കേവ് പിടിയൊക്കെ ഇച്ചിരി റിസ്ക് ഇല്ലാണ്ട് ഭയങ്കര സിമ്പിൾ ടൈപ്പ് കേവ് ആയിരിക്കും ഗൈസ്. ഇത്ര നാൾ നിങ്ങൾ ഇച്ചിരി റിസ്ക് ഉള്ള കണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എന്നോടെ പോകണമെന്നൊക്കെ വിചാരിക്കണത്. എനിക്ക് ഇനിയും കേവിൽ പോയിട്ട് ഒബ്സിഡിയൻ്റെ എടുക്കാൻ. ഒബ്സിഡിയൻ്റെ പേരെന്താണ്? നെതറിൽ പോകാനാണ് ഉദ്ദേശം. ഇപ്പം തന്നെ വീഡിയോ 30 മിനിറ്റ്. ഇനിയിപ്പോൾ കട്ട് ചെയ്തുമ്പോൾ തന്നെ 20 മിനിറ്റ് എന്തായാലും ഉണ്ടാവും. വീഡിയോ 28 മിനിറ്റ് ഉണ്ടാവും ഗൈസ്. ഇതുപോലെ നിങ്ങൾ കുറേ കമൻ്റൊക്കെ ചെയ്യണം ഗൈസ്. പിന്നെ നമ്മുടെ കുതിരേൻ്റെ പേര് നിങ്ങൾ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ദയവേതൊന്ന് പറയാം. ഓക്കെ, അതെനിക്ക് പറയാനേ ഉള്ളൂ. ഓ, ഡയമണ്ട് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കണേ. ഓനോ, ഓക്കെ, സെറ്റാക്കി. മനസ്സിലായാ? നമുക്ക് നെതറിൽ പോകണം. ഇന്നത്തെ വീഡിയോ മാക്സിമം പറ്റുമെങ്കിൽ നെതറിൽ പോകണം ഗൈസ്. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അയ്യോ, സ്റ്റാർട്ടില്ല. സ്റ്റോപ്പ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. നമ്മൾ ഒബ്സിഡിയൻ അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം നമ്മുടെ എത്ര കോളല്ലല്ല, വെറും അയണില്ല. നമുക്ക് വെറും അയൺ വേണമായിരുന്നു. അതിനായിട്ട് കോള് വേണം. കോളാണ് നമ്മുടെ അതിലില്ല. ആൻഡ് ഇത് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടാകും ഗൈസ്. എന്തിനായിരുന്നാവും ഇതൊക്കെ? വെറുതെ വേസ്റ്റ് ആവാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ വിചാരിച്ചില്ല 1.20 ഈ വെർഷനിൽ ഈ വെർഷനിൽ പറ്റുമോയെന്ന്. ഓക്കെ, ഇപ്പം നമ്മൾ അതാലോചിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പം നമ്മുടെ ബ്രോ കമൻറ്റ് ചെയ്ത പോലെ 7ാമത്തെ എപ്പിസോഡായില്ലേ? സത്യമാണ് ബ്രോ. യെസ്, ബ്രോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അങ്ങ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിപക്ഷ ആൾക്കാരും
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, 99% സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയൊന്നുമില്ല, 99 87%. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒന്ന് അടിച്ച് പൊട്ടിച്ചാൽ നമുക്ക് ഈ മാസം കൊണ്ട് 300 അടിക്കാം ഗൈസ്. ഓക്കെ, ആൻഡ് അടുത്ത മാസത്തിൽ നമുക്ക് 500 600 അങ്ങനെയൊക്കെ അടിച്ചങ്ങ് കയറി പോകണം ഗൈസ്, മനസ്സിലായോ? ആൻഡ് നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ഒരു അപകടവും പറ്റാണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ വെക്കണം ഗൈസ് ഒബ്സിഡിയൻ? ഇവിടെ വെക്ക്, ഇവിടെ ഒരു 1 2 3 4 1 2 3 4 കറക്റ്റാണോ? ഇല്ല അല്ല അടുത്തല്ല, തെറ്റാ. ഇതും കൂടി വേണമായിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ഒബ്സിഡിയൻ എടുക്കേണ്ടി വരുമോ? 1 2 3 4 1 1 2 അങ്ങനല്ലേ? 1 2. ഓക്കെ, സെറ്റ് മനസ്സിലായി. 2 ഒബ്സിഡിയൻ നമ്മുടെ ഉണ്ടല്ലോ, അപ്പം അത് ഒന്ന് ആലോചിച്ച് പറഞ്ഞതാണ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ ആരാടെ കയറിയേക്കണേ? ആ വില്ലേജസ് കയറിയാൽ എന്തിനാ? ഫൈനലി നമുക്ക് ഡയമണ്ട്സ് കിട്ടി. ഡയമണ്ട്സ് നമ്മൾ സെറ്റാക്കി. ഓക്കെ, നമുക്ക് ഇനിയും ഡയമണ്ട്സ് കുറേ വേണ്ടി വരും, ഉറപ്പാണ്. ആൻഡ് ഇവിടെ നമുക്കൊരു ഓക്കെ കേസ്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ വേൾഡിലത്തെ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടോ കേസ് നമ്മൾ പോണത്? ഓ മാൻ, ലാവയിലേക്ക് കൊല്ലാണ് അവിടെ ചെന്ന് തീരണേ. ഒരു സംശയം, ഞാൻ തിരിച്ചു പോണ്. ഗൈസ്, എന്താ സംശയം ഒന്നല്ലേ? ഗോൾഡൻ ബൂട്ട് ഇടണമെന്ന് ഡൗട്ട് കേസ്. അപ്പോൾ നമ്മൾ നെതറി പോയിട്ടുണ്ട്. നമുക്ക് ഷോ കോൺസ് ഒക്കെ എടുക്കണം കേസ് അവിടെ. അപ്പം ഞാൻ ഒറ്റക്ക് എടുത്തോളാം. നമ്മൾ ഗോൾഡൻ ബൂട്ട് ഇടാനായിട്ട് ഗോൾഡൊക്കെ ഉണ്ട്. നമുക്കൊരു ബൂട്ടൊക്കെ ഇടാനുള്ള ഗോൾഡൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ കുതിരയ്ക്ക് ഒരു പേര് നിങ്ങൾ കൊടുത്തിട്ടില്ല ഗൈസ്. മിക്കവാറും അടുത്ത വീഡിയോ ഞാൻ തന്നെ ഇടും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാൻ സാധിക്കും. ബൈ.